1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ തോട്ടുമുക്കം മേഖലകളെ ബന്ധിപ്പിച്ച പനമ്പിലാവ് പാലത്തിന്റെ അപകടഭീതി ചൂണ്ടിക്കാട്ടി പി കെ ബഷീർ എം.എൽ.എ. പാലത്തിന്റെ പുനർനിർമ്മാണം വൈകിയതോടെയാണ് എം.എൽ.എ. നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത്. എന്റെ നിയോജകമണ്ഡലത്തിലെ ഊർങ്ങാട്ടി പഞ്ചായത്തിൽ ഒരു മലയോര മേഖലയിലുള്ള പനമ്പിലാവ് തോട്ടുമുക്കം മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചുള്ള പനമ്പിലാവ് പാലം വളരെ ഒരു ശോചനീയമായ ഒരവസ്ഥയിലാണ്. കൈവരികളില്ലാത്ത വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ചെറിയ വണ്ടികൾ, വലിയ വണ്ടി ഒരു ലോറി ആണ് കഷ്ടി പോകാമെന്നുള്ളൂ. അത്രയും വളരെ ഒരു പരിതാപകരമായ സ്ഥിതിയിലാണ് അവസ്ഥ പാലം. അത് ആ പാലം നിർമ്മിക്കുന്നതിന് പിഴപൂടി ബ്രിഡ്ജ് ഡിവിഷൻ 5,80,00,000 രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലമായി സർക്കാർ ഈ ബഡ്ജറ്റിൽ ഈ പ്രപ്പോസൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടത്ര ഫണ്ട് ലഭ്യമാകാത്തതുകൊണ്ട് ഇന്നേ വരെ അതിന്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് പ്രത്യേക താല്പര്യമെടുത്ത് ഈ പനമ്പിലാവ് പാലം പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 5,80,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ട് 5 വർഷമായിട്ടും പദ്ധതിക്ക് അനുമതി ലഭിച്ചിരുന്നില്ലെന്ന് എം.എൽ.എ. പറഞ്ഞു. തുടർ നടപടികൾക്ക് സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെന്ന് എം.എൽ.എ. കുറ്റപ്പെടുത്തി. നബാർഡ് RIDF പദ്ധതിയിലേക്ക് പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും ബജറ്റ് പ്രൊവിഷൻ അനുസരിച്ച് സാമ്പത്തിക നിലക്ക് അനുസൃതമായോ സാധ്യമാകുമെന്ന് മന്ത്രി മറുപടി പറഞ്ഞു. പനമ്പിലാവ് പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നേരത്തെ ഇത് നബാർഡ് RIDF പദ്ധതിയിലേക്ക് പാലം നിർമ്മാണത്തിലുള്ള പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് പദ്ധതിക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. ബജറ്റ് വിഹിതമില്ലാത്തതിനാൽ പുനർനിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കാൻ സാധിക്കാത്ത സ്ഥിതി വന്നു. ബജറ്റ് പ്രൊവിഷൻ അനുസരിച്ചോ സാമ്പത്തിക നിലക്ക് അനുസൃതമായോ ഇത് സാധ്യമാകുമോ എന്ന് പരിശോധിക്കാം സാർ. 2021 ഈ ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾ ആലോചിച്ചത് പാലത്തെ പ്രത്യേകം കണ്ടുകൊണ്ട് പാലം പദ്ധതികൾ നടപ്പിലാക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കി. ഭരണാനുമതി കിട്ടേണ്ട പാലങ്ങൾ ഭരണാനുമതി കിട്ടി, സാങ്കേതിക അനുമതി കിട്ടേണ്ട പാലങ്ങൾ സാങ്കേതിക അനുമതി കിട്ടി, പ്രവർത്തനത്തിലേക്ക് എത്തേണ്ട പാലങ്ങൾ, പ്രവർത്തനം ആരംഭിച്ച് മെല്ലെ പോകുന്ന പാലങ്ങൾ, ഇത് പരിശോധിക്കാൻ കൃത്യമായ സമയബന്ധിതമായ സംവിധാനം ഒരുക്കി 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതെങ്കിൽ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കാൻ 3.5 വർഷം കൊണ്ട് തന്നെ സർക്കാരിന് സാധിച്ചു എന്നുള്ള സന്തോഷ വിവരം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെറ്റിലപ്പാറ, കുമ്പാറ, മരഞ്ചട്ടി, ചുണ്ടംപൊയിൽ തുടങ്ങിയ മലയോര ജനതയും നൂറുകണക്കിന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും അക്കരെയെത്താൻ ഉപയോഗിക്കുന്ന പ്രധാന പാതയാണിത്. കൈവരിയില്ലാത്ത പാലത്തിലൂടെയുള്ള യാത്ര അതിസാഹസികമാണെന്നും ഏറെ ഭീതിയേറിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തി പങ്കിടുന്നതും വിനോദസഞ്ചാര കേന്ദ്രമായ കക്കാടംപുഴയിലേക്ക് ജില്ലയിൽ നിന്നുള്ള പ്രധാന റോഡും കൂടിയാണിത്. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.